ഞാൻ സുമിച്ചാറിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആണ് സ്റ്റഡി. ഫസ്റ്റ് ഐറ്റം വരുന്നത് ഇത് സെമി സിൽക്കിൻ്റെ ഫാബ്രിക് തന്നെയാണ് കേട്ടോ. നമ്മുടെ ബ്ലെൻഡർ മെറ്റീരിയലാണ്. ഇതുപോലെ ഇതാട്ടോ ഫാബ്രിക്, നമ്മുടെ ചന്തേരി ബ്ലെൻഡർ മെറ്റീരിയൽ എന്ന് പറയുന്നത് അതാണ്. ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്, കുറേ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, നല്ല രസമുള്ള ഐറ്റം. പിന്നെ യോക്ക് പോർഷനിൽ ഇതുപോലെ ക്രോഷ്യോ ലേസും ഒക്കെ വരും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നെക്കോ ഇഷ്ടമുള്ള പോലെ വെട്ടാം കേട്ടോ. പിന്നെ ഇവിടെ ചെറിയൊരു ഏത് നെക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്, ഇവിടെ കൊണ്ട് ചെറിയ എക്സ്ട്രാ ഒരു ലേസിൻ്റെ ഡിസൈൻ വരുമെന്നേ ഉള്ളൂ. ഇഷ്ടമുള്ള നെക്ക് തന്നെ വെട്ടാം. ഇങ്ങനെയല്ല കേട്ടോ നെക്ക് വരുന്നത്, ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വെട്ടിയെടുക്കാം. ദുപ്പട്ട വരുന്നത് ഷിഫോൺ ഫാബ്രിക്, പ്യുവർ ഷിഫോൺ ആണ്. അതിൻ്റെ അകത്ത് ബ്രഷ് പെയിൻറ്റാണ് ചെയ്തേക്കുന്നത്. ലൈറ്റ് ഷെയ്ഡ്സ് ആണ്, എല്ലാം നല്ല ഭംഗിയുള്ള ലൈറ്റ് ഷെയ്ഡ്സ് ആണ്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ AM 472, റേറ്റ് 1190 രൂപയുള്ളൂ. 1190. ഇത് ക്രീം ഷെയ്ഡാട്ടോ. ഈ കളർ പിന്നെ എപ്പോൾ വേണം നിങ്ങൾക്ക് യൂസ് ചെയ്യാം, എപ്പോഴും ആവശ്യക്കാരുള്ള കളറായത്. നമ്മുടെ ഒറിജിനൽ ഒരു പ്യുവർ ചിക്കൻ വർക്കിൻ്റെയൊക്കെ പാറ്റേണിൽ ചെയ്യുന്ന ആ ഒരു കളറാണ്. നല്ല വർക്കാട്ടോ. ഫ്രണ്ട് പോർഷനിലെ വർക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പുതിയ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ. അപ്പോൾ ആ ഒരു ദുപ്പട്ടയ്ക്കകത്ത് ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിൽ ബ്രഷ് പെയിൻ്റാണ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു ടോപ്പ് ഉണ്ടെങ്കിലുള്ള ഗുണം, ഒരുപാട് ഷെയ്ഡ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് മാച്ച് ചെയ്ത് വേറെ ഉപയോഗിക്കാൻ പറ്റും. നിങ്ങളുടെ കയ്യിൽ ബനാറസി ദുപ്പട്ട ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പ്രിൻ്റഡ് ആയിട്ട് വരുന്ന മെറ്റീരിയൽസിൽ ആ ടൈപ്പ് ഷോൾ ഉണ്ടെങ്കിലോ ഒക്കെ മാറ്റിയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ട് നിങ്ങൾക്ക് ടോപ്പ് തയ്പ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒത്തിരി ഗുണമുണ്ട്. പിന്നെ ബാക്ക് സൈഡ് പ്ലെയിൻ ആട്ടോ. ബോട്ടം വരുന്ന സാറ്റിൻ സിൽക്ക്. നമ്പർ AM 468, റേറ്റ് 1190. അടുത്ത് വരുന്നത് ലൈറ്റ് ബ്ലൂ ആട്ടോ. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ അകത്ത് കാണുന്നതിലും കുറച്ചുകൂടെ രസമുണ്ട് നേരിട്ട് കാണാനായിട്ട്. ഭയങ്കര ഭംഗിയുള്ള വർക്കാണ് മൊത്തത്തിൽ ചെയ്തേക്കുന്നത്. ചന്തേരി ബ്ലെൻഡർ ഫാബ്രിക്കാണ്. നമ്മൾ വാഷ് ചെയ്യുമ്പോഴും അയൺ ചെയ്യുമ്പോഴും ഇച്ചിരി ഒന്ന് ഒതുങ്ങും. അത് ഫസ്റ്റിൽ ആദ്യമേ അങ്ങ് ചെയ്തിട്ട് നിങ്ങൾ തയ്ക്കാൻ കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് ദുപ്പട്ട. ദുപ്പട്ടയ്ക്കകത്ത് ഇതുപോലെ ബ്ലൂ, ഇച്ചിരിയുടെ ഡാർക്കർ ബ്ലൂവിൻ്റെ കോമ്പിനേഷനിലാണ് ബ്രഷ് പെയിൻറ്റ് ചെയ്തേക്കുന്നത്. ബോട്ടം സാറ്റിൻ സിൽക്ക് ആട്ടോ. നമ്പർ AM 467, റേറ്റ് 1190. അടുത്തത് ഒരു പീച്ച് കളറാട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഈ ഡിസൈനിൽ ലൈറ്റ് ഷെയ്ഡ്സ് എല്ലാം കാണാൻ നല്ലതാണ്. ഇത് കുറച്ചുകൂടെ ഡാർക്കർ പീച്ചാണ് ഷെയ്ഡ്. നിങ്ങൾക്ക് കുറച്ച് ബ്രൈറ്റ്നെസ് കൂടുതലായിട്ട് കാണിക്കുമായിരിക്കും. നല്ല ഷെയ്ഡ് കേട്ടോ. പീച്ചിൻ്റെ കുറച്ചുകൂടെ ഡാർക്കാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. ഈ ഒരു ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് വർക്ക് കിട്ടുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അഡ്ജസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് കൈക്ക് വെട്ടുമ്പോൾ ബോർഡറായിട്ട് അല്ലെങ്കിൽ കുറച്ചുകൂടെ വീതിക്കായിട്ട് തന്നെ ഈ ഒരു മെറ്റീരിയൽ വെട്ടിയെടുക്കാൻ പറ്റും കേട്ടോ. തയ്ക്കുന്നവർ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ വീതിയായിട്ട് തന്നെ കയ്യിൽ ബോർഡർ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. നല്ല ലെങ്ത് ആട്ടോ. ആവശ്യത്തിൽ കൂടുതൽ വീതിയും നീളം ഒക്കെ ഉള്ള മെറ്റീരിയൽ. ദുപ്പട്ടയ്ക്കും നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക്. നമ്പർ AM 470, റേറ്റ് 1190. ഇത് ലാസ്റ്റ് കളർ. ഇത് കുറച്ചുകൂടെ ഭംഗിയാട്ടോ ഈ കളർ കാണാൻ. നിങ്ങൾ ഇതിൻ്റെ അകത്ത് കാണുന്നതിനും കുറച്ചൊരു വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡാണ്. നമ്മുടെ ഒനിയൻ പിങ്കിൻ്റെയൊക്കെ കാറ്റഗറിപ്പെട്ട കളറാണ്. അതിൽ തന്നെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഭയങ്കര ഭംഗിയുള്ളൊരു ഐറ്റം. നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് ലൈറ്റായിട്ടോ അങ്ങോട്ടാണ് കാണുന്നത്. നേരിട്ട് കുറച്ചുകൂടെ രസമാട്ടോ. ഇങ്ങനെ ഡിഫറെൻറ്റ് ഷെയ്ഡ്, ഒനിയൻ പിങ്കിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ് തപ്പി നടക്കുന്നവർക്ക് പറ്റിയ കളറാട്ടോ. പിന്നെ അതിൻ്റെ ആ ഒരു വർക്കിൻ്റെ ഭംഗിയും കൂടെ വരുമ്പം ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് ഇതിന്. ബോട്ടം വരുന്നത് സാറ്റിൻ സിൽക്ക് ആട്ടോ. സെയിം കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. വാഷ് ചെയ്യാനൊന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ആദ്യം ജസ്റ്റ് ഒന്ന് അയൺ ചെയ്ത് വാഷ് ചെയ്തിട്ട് നിങ്ങൾ തയ്ക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഫാബ്രിക്കാണ്. ഒത്തിരി നാൾ തന്നെ നിന്നോളും. ഇതാണ് ഇതിൻ്റെ ഏകദേശം ലുക്ക്. മെയിനായിട്ട് ഈ ഒരു വർക്ക് തന്നെയാട്ടോ അതിൻ്റെ ഭംഗി. പിന്നെ നിങ്ങൾ നെക്ക് ഞാൻ പറഞ്ഞില്ലേ, ഇതിൻ്റെ ഇത് നോക്കണ്ട, ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെക്ക് തന്നെ വെട്ടി തയ്ക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ദുപ്പട്ട വരുന്നത്. ദുപ്പട്ടയ്ക്കകത്ത് കുറച്ച് ഡാർക്കർ ഷെയ്ഡിലുള്ള ആ ഒരു ബ്രഷ് പെയിൻറ്റാണ് ചെയ്തേക്കുന്നത്. നമ്പർ വരുന്നത് AM 471, റേറ്റ് 1190.